ഓക്സിജൻ സിഇഒ ഷിജോ കെ തോമസ്. അദ്ദേഹം പറഞ്ഞത് കേൾക്കൂ. നല്ല ആശയമാണെങ്കിൽ കേരളത്തിൽ സക്സസ് ആയിരിക്കുമെന്നാണ് ഷിജോ കെ തോമസ് പറയുന്നത്. സോഫ്റ്റ്വെയർ മേഖല മാത്രമല്ല, ഹാർഡ്വെയർ രംഗവും ചൈനീസ് മോഡലിൽ നമുക്ക് പരീക്ഷിക്കാവുന്നതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. നമ്മളിപ്പം ചൈനയിൽ പോയാലും മറ്റു രാജ്യങ്ങളിൽ പോയാലും അവിടുത്തെ പ്രൊഡക്ടിവിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാൾ പ്രൊഡക്ടിവിറ്റി ചൈന നമുക്ക് നോക്കിയാൽ മാനുഫാക്ചറിങ് ഒരു സെക്ടറാകട്ടെ ഏത് സെക്ടറിലും ഞങ്ങൾക്ക് എപ്പോഴും പോകുന്നതായതുകൊണ്ടാണ് സ്ത്രീകളാണ് അവരുടെ ശരിക്കും പറഞ്ഞാൽ നെടുന്തൂണ് അവരുടെ വർക്ക് ഫോഴ്സിൻ്റെ. നമ്മൾക്കും അതാകാവുന്നതാണ്. കുടുംബശ്രീയിലൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിനി മാനുഫാക്ചറിങ് ഒക്കെ പഠിപ്പിക്കണം. കാരണം നമ്മുടെ പോർട്ടുകളൊക്കെ ഇവിടെ വന്നു. അപ്പോൾ ശരിക്കും നമുക്ക് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിൽ വലിയ സാധ്യതയുണ്ട്. കാരണം ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയർസ് മാത്രമേ ഇവിടുന്ന് കയറ്റി അയക്കുന്നു, ഹാർഡ്വെയർ നമുക്ക് കയറ്റി അയക്കാൻ പറ്റുന്നില്ല. അപ്പം എന്തുകൊണ്ട് നമുക്ക് ഈ വിഴിഞ്ഞം തുറമുഖമൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾക്കിവിടെ കുടുംബശ്രീ യൂണിറ്റുകൾക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത്, പക്ഷേ അവർക്കൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് വേണം. ഇതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹാർഡ്വെയർ മാനുഫാക്ചറിങ്ങിലും കേരളത്തിന് ഇപ്പോൾ തമിഴ്നാടും ഗുജറാത്തും ആന്ധ്രയുമൊക്കെ ഹാർഡ്വെയർ മാനുഫാക്ചറിങ്ങിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആപ്പിൾ റീസെൻ്റ്ലി അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് സെറ്റപ്പ് ഇന്ത്യയിലായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഡീൽ ചെയ്യുന്ന മുഴുവൻ ബ്രാൻഡുകളും, അത് സാംസങ് ആകട്ടെ, LG ആകട്ടെ, ഹെയർ ആകട്ടെ. ഇപ്പോൾ ഹെയറൊക്കെ ചൈനീസ് ബ്രാൻഡാണ്, പക്ഷേ അവരുടെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് അവർ ഇന്ത്യയിലാണ്, നോയിഡയിലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ബ്രാൻഡും ഇന്ത്യ ഒരു വലിയ മാർക്കറ്റായിട്ട്, സ്വാഭാവികമായിട്ടും കേരളത്തിനും നമ്മുടെ ഷീപ്പ് പവറിലൂടെ ആ മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് വരാൻ പറ്റട്ടെ എന്നാണ് ഒരു ഇലക്ട്രോണിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ആഗ്രഹം, എൻ്റെ ഒരു സ്വപ്നമാണ് ഞാൻ പറയുന്നത്.